അതിമഹത്തായ സമൂഹത്തിലേക്ക് ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ ഖാസിമി ഉസ്താദ് അവർ എത്തിയിട്ടുള്ള സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുന്നതോടൊപ്പം വർണ്ണിക്കാൻ കഴിയാത്ത വാക്കുകളുമായി ആഗ്രഹത്തിന്റെ വിറങ്ങിനെക്കാത്ത തിങ്ങി നിൽക്കുന്ന സദസ്സിൽ വീർപ്പുമുട്ടി അന്തരീക്ഷത്തിലൂടെ മനുഷ്യഹൃദയങ്ങളിൽ കൊല്ലക്കം സൃഷ്ടിച്ച മധുര കണ്ഠം മൊയ്ക്കാൻ മധുരിത കണ്ഠകുയിലെ ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ ഖാസിം ഉസ്താദിന് എല്ലാവിധ ഈ വലിയ സന്തോഷം എന്നെ അറിയിച്ചു. ഞാനും അത് ഏറ്റെടുത്തു. ഒരു സാന്നിധ്യം കുറച്ച് സമയം ഒന്ന് പോകാനൊക്കെ ഏറ്റെടുത്തു. ഇന്ന് നമുക്ക് ആ സന്തോഷത്തിന്റെ ദിവസമാണ്. വലിയ സന്തോഷത്തോടെ അൽഹംദുലില്ലാഹ് ഖാസിം ഉസ്താദ് നമ്മുടെ മജ്‌ലിസിലേക്ക് എത്തിക്കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ദീനി പ്രബോധന രംഗത്ത് അല്ലാഹു ആരോഗ്യ ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ് ഉസ്താദ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന എല്ലാ സന്തോഷങ്ങളും ദുആയോടെ അറിയിക്കുന്നു. അതോടൊപ്പം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഈ ഹളോള്ളി പ്രദേശത്തുള്ളവരോട് പ്രത്യേകം കൊണ്ട് ഇവിടെ ഖാസിം ഉസ്താദിനെ വിളിച്ചുകൊണ്ട് ഇത്ര പ്രൗഢമായൊരു മജ്‌ലിസ് ഒരുക്കിയിട്ടുള്ളത് ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും ഇൻഷാ അല്ലാഹ് ഇതിന്റെ അവസാന ദിവസത്തിൽ ഇൻഷാ അല്ലാഹ് ഉസ്താദ് സംസാരിക്കും. നിങ്ങൾ നൽകണേ അല്ലാഹ്. മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ട ബാപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്, കൂട്ടുകാരുണ്ട്, കുടുംബങ്ങളുണ്ട്, മക്കളുണ്ട്, സഹോദരന്മാരുണ്ട്, ഞങ്ങളുമായി ബന്ധപ്പെട്ട പലരുമുണ്ട്. റഹ്മാനെ എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകി മർഹമത്ത് നൽകി ബർസഹിയായ ജീവിതങ്ങൾക്ക് സന്തോഷങ്ങൾ നൽകണേ അല്ലാഹ്. ഞങ്ങൾ പ്രിയപ്പെട്ട മക്കളെയൊക്കെ നീ നല്ല മക്കളാക്കി തടേ റഹ്മാനെ. പരിശുദ്ധ ഹജ്ജിന് വേണ്ടി ഹജ്ജ് കർമ്മത്തിന് വേണ്ടി യാത്ര തിരിക്കാൻ ഡേറ്റും മറ്റും ഫിക്സ് ചെയ്ത് കാത്തിരിക്കുന്നവരുണ്ട്. റഹ്മാനെ നല്ല നിരക്കുള്ള യാത്ര പോകാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഹജ്ജും ഉംറയും പരിശുദ്ധമായ സിയാറത്തും ചെയ്യാനുള്ള ആരോഗ്യം ആഫിയത്തും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ ഇജ്മഅ ബൈനനാ ബൈനഹും ഫീ ദാരി കറാമതിക വമുസ്തഖജ റഹ്മതിക മഅൻ നബിയ്യീന വസ്സുദ്ദീഖീന വസ്ശുഹദാഇ വസ്സാലിഹീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا إنك أنت العليم الحكيم. أعوذ بالله. അല്ലാഹു പറയുന്നതെന്നറിയോ? യാക്കൂബ് നബി അലൈഹിസ്സലാം പടച്ചവനെ 12 മക്കളുടെ ബാപ്പയായ യാക്കൂബ് എന്ന് പറയുന്ന പ്രവാചകന്റെ ചരിത്രം അല്ലാഹു അവിടുന്ന് പറഞ്ഞു തരികയാണ്. പ്രവാചകന് 12 മക്കളാണ് ഉണ്ടായിരുന്നത്. പ്രവാചകന്റെ ചരിത്രം പറഞ്ഞിട്ട് അല്ലാഹു പറയുകയാണ്, ഏറ്റവും മനോഹരമായ ചരിത്രം. എന്റെ പ്രിയപ്പെട്ടവരെ, യാക്കൂബ് എന്ന് പറയുന്ന പിതാവിനെ കുറിച്ച് പഠിക്കണമടോ. എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത്? എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത്? യാക്കൂബ് എന്ന് പറയുന്ന പ്രവാചകന്റെ ചരിത്രം വായിച്ചാൽ 12 മക്കളെ വളർത്തിയ വാപ്പയുടെ ചരിത്രം വായിച്ചു നോക്കിയാ ഉപ്പമാർക്ക് പഠിക്കാൻ ഒരുപാട് ഗുണപാഠങ്ങളുണ്ടോ. ഉപ്പമാർക്ക് പഠിക്കാൻ എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത്? എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത്? പ്രവാചകൻ തന്റെ മക്കളെ വളർത്തിയ ചരിത്രം അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ. സാധാരണ
ഒരു പ്രവാചകനല്ല. യാക്കൂബ് നബി അലൈഹിസ്സലാമിന് വല്ലാത്ത ഒരു പ്രത്യേകതയാണ്. പാരമ്പര്യമായി പ്രവാചകന്മാരുടെ പരമ്പരയാ. യാക്കൂബ് നബി അലൈഹിസ്സലാം പടച്ചവനെ സാധാരണ ഒരു പ്രവാചകനല്ല. ആ പ്രവാചകന്റെ പരമ്പരകൾ മുഴുവനും പടച്ചവര് ഒരുപാട് ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, പടച്ചവനെ ഉപ്പയും ഉപ്പാപ്പയും മുകളിലേക്കുള്ള പരമ്പര നോക്കിയാൽ ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി, പടച്ചവനെ ഇസ്ഹാഖ് നബി, യാക്കൂബ് നബി, അവിടുന്ന് മക്കളിലേക്ക് കടന്നു ചെന്നാൽ പടച്ചവനെ യാക്കൂബ് നബിയുടെ മകനാണ് യൂസുഫ് നബി അലൈഹിസ്സലാം. ആ പരമ്പരയിലാണ് പടച്ചവനെ ദാവൂദ് നബി കടന്നു വന്നത്. അവിടെയാണ് സുലൈമാൻ കടന്നു വന്നത്. അങ്ങനെ പ്രവാചകന്മാരുടെ പരമ്പരയാണ് എന്ന് പറയുന്ന പ്രവാചകന്റെ പരമ്പര അങ്ങനത്തെ പരമ്പരയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, യാക്കൂബ് എന്ന് പറയുന്ന പിതാവിനെ കുറിച്ചൊന്ന് പഠിക്കണോ. പറഞ്ഞതല്ലേ എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത്. ഒരു വാപ്പ എന്ന് പറഞ്ഞാൽ ആരാണ്? ആ വാപ്പ എത്രത്തോളം ശ്രദ്ധിക്കണമെന്നറിയോ? മക്കളുടെ വിഷയത്തിൽ ഒരു വാപ്പയുടെ കടമ എന്താണ്? എന്റെ പ്രിയപ്പെട്ടവരെ, ആ ചരിത്രത്തിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. വാപ്പ എന്ന് പറഞ്ഞാൽ ആരാ? നമുക്ക് നൽകിയിരിക്കുന്ന അമാനത്താണ് നമ്മുടെ മക്കള്. നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താ മക്കള്. മക്കളെ കുറിച്ച് അല്ലാഹു നാളെ വിചാരണ ചെയ്യുമല്ലോ. അതുകൊണ്ട് ഫീസ് നോക്കിയിട്ട് വാപ്പ പറഞ്ഞ മറുപടി നല്ല ബുദ്ധിയുള്ള ചെന്നായാണെന്ന്. കാരണം എന്താ? ബട്ടൺസ് ഒന്നും പൊട്ടിയിട്ടില്ല. ബട്ടൺസ് ഒന്നും പൊട്ടിക്കാതെ ചെന്നായി പിടിച്ചോണ്ട് പോകണമെങ്കിൽ അത് ഇത്തിരി കാഞ്ഞ ചെന്നായ. എടാ, ഒന്ന് കടിച്ചു കീറുമ്പോ ഒരു ബട്ടൺസ് എങ്കിലും പൊട്ടൂലേ? ഊരിയെടുത്തതല്ലേ. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞുപോയി. യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിന്റെ ഭരണാധികാരിയായി. ഇങ്ങനെയാണ് നിൽക്കുമ്പോഴാണ് യാക്കൂബ് നബിയുടെ നാട്ടിൽ മുഴുവനും വലിയ ദാരിദ്ര്യമായി, വരൾച്ചയായി, പ്രയാസങ്ങളായി. യാക്കൂബ് നബിയാണെങ്കിൽ മക്കളെ വിളിച്ചിട്ട് പറയും, ചന്തയിൽ പോയി നോക്കടാ, മാർക്കറ്റിൽ പോയി നോക്ക്, അവിടെ ആള് കൂടുന്നുണ്ട്, അവിടെ പോയി നോക്ക്, യൂസുഫ് ഉണ്ടോന്ന്. ഇവന്മാരെ തന്നെ ഇങ്ങനെ പറഞ്ഞു വിടാം എല്ലായിടത്തും. ഇവര് വാപ്പാടെ സ്നേഹം കിട്ടാൻ വേണ്ടിയാ യൂസുഫിനെ അകറ്റിയത്. എന്നിട്ടും പടച്ചവനെ യൂസുഫ് നബിയുടെ ചിന്തയിലായി യാക്കൂബ് നബി എപ്പോഴും ഇങ്ങനെ പറഞ്ഞുവിടും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പടച്ചവനെ മിസ്ർ എന്ന് പറയുന്ന രാജ്യത്തെ കുറിച്ച് അറിയുന്നത്, അവിടുത്തെ മന്ത്രിയെ കുറിച്ച് അറിയുന്നത്, എല്ലാവരെയും സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഇരുന്നപ്പോ യാക്കൂബ് നബി മക്കളോട് പറഞ്ഞു, നിങ്ങൾ അവിടെ പോ, അവിടെ ഒരുപാട് നാടുകളിൽ നിന്ന് ആള് വരുന്നുണ്ടല്ലോ, നിങ്ങളൊന്ന് അന്വേഷിച്ചു പോ യൂസുഫിനെ. പിന്നെ അവിടെ പോയി നമ്മുടെ കാര്യങ്ങളൊക്കെ പറ, റേഷനൊക്കെ കിട്ടുമല്ലോ. അങ്ങനെ യാക്കൂബ് നബി അലൈഹിസ്സലാം തന്നെ മക്കളെ പറഞ്ഞു വിട്ടു. അവിടെ പോയി അവർക്ക് മനസ്സിലാവുന്നില്ല യൂസുഫ് നബിയാ ഇരിക്കുന്നതെന്ന്. അങ്ങനെ അവരവിടെ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു വന്നു. പിന്നീടും യാക്കൂബ് നബി തന്റെ മക്കളോട് പറഞ്ഞു പോകാൻ. അങ്ങനെ യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ പൊന്നാര മക്കളെ പറഞ്ഞു വിടുകയാ. യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട മക്കളെ പറഞ്ഞു വിടുകയാണ്. ആ പറഞ്ഞു വിടുന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ടവരെ, യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ മക്കൾക്ക് കൊടുത്ത ഒരു ഉപദേശമാണ്. എന്റെ പ്രിയപ്പെട്ട പൊന്നാര മക്കൾക്ക് മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം കൊടുത്ത ഒരു ഉപദേശം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാണ്. യാക്കൂബ് നബി തന്റെ പൊന്നാര മക്കളെ പറഞ്ഞു വിടുമ്പോ അവിടെന്ന് പറഞ്ഞു, വഖാല യാ ബുനയ്യ ലാ തദ്ഖുലു മിൻ ബാബിൻ വാഹിദ്. എന്റെ പൊന്നാര മക്കളോട് പറയുന്ന മക്കളെ, നിങ്ങൾ ഈജിപ്ത് പടച്ചവനെ രാജകൊട്ടാരത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ നിങ്ങളെല്ലാവരും ഒരേ വാതിലിലൂടെ കടന്നു പോകരുത്. നിങ്ങളെല്ലാവരും ഒരേ വാതിലിലൂടെ കടന്നു പോകരുത്. നിങ്ങൾ പല പല വാതിലുകളിലൂടെ വേണം കയറി പോകാൻ. യാക്കൂബ് എന്ന് പറയുന്ന പ്രവാചകൻ തന്റെ പൊന്നാര മക്കളെ പറഞ്ഞു വിടുമ്പോ അവിടെ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഉപദേശമാണ്, എല്ലാവരും കൂടെ ഒരേ വാതിലിലൂടെ കയറി പോകരുത്, വ്യത്യസ്ത വാതിലുകളിലൂടെ വേണം കയറി പോകാൻ. എന്തിനാണിത് പറഞ്ഞതെന്നറിയോ? ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മാതാവും പിതാവും പഠിക്കണേ. യാക്കൂബ് എന്ന് പറയുന്ന ആരോടാ വാശി കാണിക്കുന്നതെന്നറിയോ? കവി പറയുകയാണ്, ആരോടാണ് വാശി കാണിക്കുന്നത്? ചങ്കൂറ്റം ഉണ്ടെങ്കിൽ, നട്ടല്ലുണ്ടെങ്കിൽ വാശി കാണിക്കണം. ആരോടാ വാശി കാണിക്കണ്ടേ? കവി പറയുകയാ, അന്തല്ലദീ വലദതു ഉമ്മുക ബകിയാ വന്നാസു ഹൗലക യദ്ഹഖൂന സുറൂറാ. നമ്മുടെ ഉമ്മ എപ്പോഴും നമ്മളോട് പറയുന്ന ഒരു വാചകമുണ്ട്, മരണവേദനയുടെ വേദനയിൽ നൊന്താണെന്ന് പ്രസവിച്ചതുണ്ട്. നമ്മുടെ ഉമ്മമാരെപ്പോഴും പറയും പ്രസവത്തിന് മരണവേദനയാണെന്ന്. എനിക്കറിയൂല, നമ്മൾ പ്രസവിക്കാത്തോണ്ടായിരിക്കല്ലേ. പ്രസവത്തിന് മരണവേദന ഉണ്ടോ? നിങ്ങൾ എപ്പോഴും ഇങ്ങനെ നിൽക്കണം, മരണവേദന ഉണ്ടോ? ഇല്ല.
പ്രസവത്തിന് മരണവേദനയില്ല. സുഖം. ഞാനൊരു 46 വയസ്സുള്ളൊരു അയാൾക്ക് തന്നെ മടി, പെണ്ണുപിള്ള ഗർഭിണിയാണെന്ന് പറയാനൊരു താല്പര്യം, 8 മക്കളുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു, ഉസ്താദ് ഓക്ക് പ്രസവിക്കുന്നത് ഒരു സന്തോഷമാണ്, അപ്പൊ മരണവേദന എങ്ങനെയാണോ? ഉദാഹരണം, ഞാൻ പെണ്ണുങ്ങളോട് നിങ്ങളെ കളിയാക്കിയതൊന്നുമല്ല, പ്രസവത്തിന് മരണവേദനയില്ല. അതിന്റെ കാരണം എന്താ? നീ പ്രസവിക്കുന്ന സമയത്ത് ഒരു ഡോക്ടറും 2 3 നേഴ്സുമാര് കയ്യും കാലും പിടിച്ചു, അത്രയല്ലേ ഉള്ളൂ. ഒരു പെണ്ണ് പ്രസവിക്കുന്ന സമയത്ത് ഒരു 3 4 ഇല്ലെങ്കിൽ 5 ഡോക്ടർമാർ 5 നേഴ്സുമാര് കയ്യും കാലും പിടിച്ചെന്ന് കരുതുക, അത്രയേ ഉള്ളൂ. എന്നാൽ ഒരാൾ റൂഹ് മരിക്കുന്ന സമയത്ത് റൂഹ് പിടിക്കുമ്പോൾ വരുന്ന മലക്കിന്റെ എണ്ണം 70 മുതൽ 70,000 വരെയാ. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് വലിച്ചെടുക്കുന്ന സമയം ആ കയ്യും കാലും ഇവിടെ പോത്ത് ഒരു കോഴി അറുത്തിട്ടാല് അത് കിടന്ന് ചിറകും തലയും കാലും കയ്യ് വിട്ട് അടിച്ച് 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 പിടഞ്ഞ് പിടഞ്ഞ് മരിക്കും. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും. എന്ന് നമ്മൾ ആരെങ്കിലും മരിക്കുമ്പോൾ കാലടിക്കാറുണ്ടോ, കൈയിട്ടടിക്കാറുണ്ടോ, തലയിട്ടടിക്കാറുണ്ടോ? അനങ്ങൂല്ലല്ലോ. എന്ത് 70,000 മലക്കുകൾ അങ്ങനെ പിടിച്ചു വെച്ചിരിക്കുക കാലം കയ്യിൽ. എങ്ങനെ അനങ്ങാനാ? ഭർത്താവിനെ രാവിലെ വിളിച്ചപ്പോ ഭർത്താവ് എഴുന്നേക്കുന്നില്ല, അനക്കമില്ല, കൂടെ കിടന്നിട്ട് മരിച്ചിട്ട് ഭാര്യ അറിഞ്ഞില്ല. തന്റെ ശരീരത്തോട് ചേർന്ന് കിടന്ന ഭർത്താവ് രാത്രി അറ്റാക്ക് വന്നിട്ട് മരിച്ചത് അടുത്ത് കിടക്കുന്ന ഭാര്യ അറിഞ്ഞിട്ടില്ല. കാരണം അതാണ് മരണം. അപ്പൊ 70,000 മലക്കുകൾ കയ്യും കാലും പിടിച്ചു വെക്കണമെങ്കിൽ ഈ 5 ഡോക്ടറും നേഴ്സും പിടിക്കുന്നത് ഏത്? അതേത് മരണവേദനയുടെ ഒരു അംശമേ പ്രസവ വേദനയ്ക്കുള്ളൂ. ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനെ എന്റെ കൺസെപ്റ്റാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഉമ്മ എപ്പോഴും പറയും, ഞാൻ ഇത്രയ്ക്ക് വേദന സഹിച്ചിട്ടാണ് നിന്നെ പ്രസവിച്ചേന്ന്. ഉമ്മയ്ക്ക് അല്ലാഹു പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ഉമ്മമാർക്ക് പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. ഉമ്മ എന്ന് പറഞ്ഞാ അല്ലാഹുവേ, ഞാനിപ്പോ അൽഹംദുലില്ലാ എനിക്കൊരു പുതിയ വിഷയം. ഞാൻ ഉമ്മായെ കുറിച്ച് അങ്ങനെ വഴക്ക് പറയില്ല. ഉമ്മാനെ കുറിച്ച് ഇപ്പൊ വാപ്പാനെ കുറിച്ചാണ് പറയുന്നത്. ഇനി ഉമ്മാനെ കുറിച്ച് ഒരു വഴലുണ്ട്, നിങ്ങൾ കേൾക്കണം. ഉമ്മ എന്ന് പറഞ്ഞ ആരാണ്? അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു സ്വർഗ്ഗം കൊടുക്കുമാറാകട്ടെ. ഉമ്മാനെ തല്ലുന്ന മക്കളുണ്ട്, ഉമ്മാനെ ചീത്ത വിളിക്കുന്ന മക്കളുണ്ട്. എങ്ങനെ കഴിയുന്നതാണ്? ഞാൻ ഇന്നലെയും ഒരു മകൻ ഉമ്മാനെ തല്ലി എന്ന് കേട്ടപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, എടാ എനിക്ക് 39 വയസ്സാകാറായി, ഞാൻ എൻ്റെ ഉമ്മാനെ എനിക്ക് ഓർമ്മ പോലും ഇല്ലെന്ന് കൈമുട്ടിയ. എൻ്റെ ഉമ്മാനെ ഒന്ന് തല്ലാൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉമ്മാനോട് ദേഷ്യപ്പെടും. ഉമ്മ പറയാൻ അവനോടൊന്നും പറഞ്ഞു, ഞാൻ ഇത്തിരി ദേഷ്യപ്പെടും, മരുന്ന് കഴിക്കാൻ പറഞ്ഞാൽ കഴിക്കില്ല. അപ്പൊ ഉമ്മാനോട് അങ്ങനെ കാര്യം ഉമ്മാക്ക് വലിയ സ്നേഹമാണ്. പക്ഷെ ഇങ്ങനെ കഴിയുന്നതാ മക്കളെ ഉമ്മാനെ തല്ലാൻ, ഉമ്മാന്റെ നേരെ ചാടാൻ. പഠിച്ചു നമ്മുടെ ഉമ്മാടെ പൊരുത്തം നിൽക്കുമാണ്. എല്ലാ ശിക്ഷയും മരണത്തിന് ശേഷമേ ഉള്ളൂ. കണ്ടുപിടിക്കുന്നവന് ശിക്ഷ മരണത്തിന് ശേഷം, വിചരിച്ചവന് ശിക്ഷ മരണത്തിന് ശേഷം. ഇവിടെ ഏത് തെറ്റ് ചെയ്താലും അതിന്റെ ശിക്ഷ മരണത്തിന് ശേഷമാണ്. പക്ഷെ 3 പാപം ചെയ്യുന്നവനെ ഇവിടെ വെച്ച് തന്നെ കിട്ടും. അല്ലാഹു കാക്കമാണ്. കിട്ടും. 3 തെറ്റ് ചെയ്ത ശിക്ഷ എവിടുന്ന് കിട്ടും? മരണത്തിന് ശേഷമൊന്നുമല്ല, ഇവിടുന്ന് തന്നെ കിട്ടും. ആ 3 തെറ്റുകളിൽ ഒരു തെറ്റ് ഉമ്മാനെ വേദനിപ്പിക്കല. അല്ലാഹു കാത്തിരിക്കുന്നു. പലപ്പോഴും ഞങ്ങളുടെ ഉമ്മാനെയൊക്കെ ഞങ്ങൾ പലതും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സങ്കടമൊന്നും ഇവിടെ എന്ത് ചെയ്താലും ഉമ്മ ഇങ്ങനെ ചിരിക്കും. ഉമ്മ ആരെന്നറിയോ? വഴക്ക് പറഞ്ഞ ആർക്കെങ്കിലും ഇഷ്ടമാണ്? നമ്മൾ ആരെങ്കിലും വഴക്ക് പറഞ്ഞ മോൻ ദേഷ്യപ്പെട്ട നീ ദേഷ്യപ്പെടുന്നോടാന്ന് ചോദിക്കും. ഭാര്യ ദേഷ്യപ്പെട്ട ഭാര്യയോട് ഉമ്മ, ആരോട് ഉസ്താദാകട്ടെ ആരുമാകട്ടെ, ആര് നമ്മളെ വഴക്ക് പറഞ്ഞാലും നമുക്ക് ദേഷ്യം വരും. പക്ഷെ ഒരാൾ പറഞ്ഞാൽ നമുക്ക് ചിരി വരും. ആരാത്? നമ്മുടെ ഉമ്മ. ഉമ്മ വഴക്ക് പറയുമ്പോൾ കേട്ടാൽ നല്ല രസമാണ്. തിന്നത്തുമില്ല, ഉറങ്ങത്തുമില്ല, നടക്കുമല്ലടാ എന്ന് പറഞ്ഞാൽ വഴക്ക് പറയുമ്പോൾ കേൾക്കാനൊരു സുഖമാണ്. ജീവിച്ചിരിക്കുമ്പോഴല്ലേ അതിന്റെ വിലയറിയൂ. നമ്മുടെ മോനെ എന്ന് വിളിക്കാൻ ലോകത്ത് ആരേ ഉള്ളൂ? ഉമ്മ. നിങ്ങളെ ഇനി ആരും മോനെ എന്ന് വിളിച്ചാലും ഉമ്മ വിളിച്ചതുപോലെ ആവൂല. ഉമ്മ എന്റെ വിളിക്ക് വല്ലാത്തൊരു സന്തോഷമാണ്. നമ്മള് ഉമ്മ എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങളൊരു കച്ചവടം നടത്തി, കച്ചവടം പൊടിഞ്ഞു, രാത്രി വീട്ടിൽ പോയിരിക്കുക, ഭാര്യ ഒതുക്കി ഉറങ്ങുന്നില്ല, എടി ഉറക്കം വരുന്നില്ല, എന്തു പറ്റിയേക്ക? കച്ചവടമൊക്കെ പോയി, പൈസ എല്ലാം പോയി. ഓളുടെ മറുപടി എന്താ? അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം, ഞാൻ പറഞ്ഞത് കേട്ടില്ലല്ലോ. പക്ഷെ നമ്മളൊരു പുതിയ കച്ചവടം തുടങ്ങിയപ്പോ ഉമ്മാനോട് പറഞ്ഞിട്ട് പോലും ഇല്ല,
എന്തേടാ ഉറങ്ങാത്തെ? ഉമ്മ ആകെ ടെൻഷൻ, ഉമ്മ ശരിയാവൂല, ഇല്ല അതാ ഉമ്മ. അള്ളാഹു നമ്മുടെ ഉമ്മമാർ മരിച്ചു പോയവർക്ക് സുഖം കൊടുക്കണം. ആമീൻ ആമീൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് ഉമ്മ എപ്പോഴും നമ്മളോട് പറയും മരണവേദനയെ സഹിച്ചിട്ടാ പ്രസവിച്ചത്. എന്നാൽ ഈ പ്രസവിച്ച പെണ്ണുങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എത്ര വേദന സഹിച്ചവരാണെങ്കിലും ആ പ്രസവിച്ച കുഞ്ഞിനെ ആദ്യമായിട്ട് കണ്ടപ്പോൾ എല്ലാ ഉമ്മമാരും ചിരിച്ചു. എല്ലാ ഉമ്മമാരും ചിരിച്ചു. ഓപ്പറേഷൻ തിയേറ്ററിന്റെ വെളിയിൽ ഇരിക്കാൻ പറ്റില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ ഇങ്ങനെ ഭർത്താവ് വാപ്പ. കാരണം ഭാര്യ അകത്ത് കയറ്റിയിരിക്കുകയാണ് സർജറിക്ക് വേണ്ടി, പ്രസവത്തിന് വേണ്ടി. വാപ്പ എനിക്ക് ഉറക്കുന്നില്ല, ഒപ്പം ഇങ്ങനെ കരയുന്നുണ്ട്, ഒപ്പം അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുന്നുണ്ട്. അപ്പോഴാണ് നേഴ്സ് ഇങ്ങനെ കുടഞ്ഞുകൊണ്ട് വന്നിട്ട്, ആരാ സിറാജ്, ആരാ സുമയ്യാടെ ഭർത്താവ്, ആരാ ആൺകുട്ടി കേട്ടോ, ഇങ്ങനെ കൊണ്ടുവന്ന് കാണിച്ചപ്പോ ഏത് വാപ്പയും ചിരിച്ചടോ. അഭിമാനമാകട്ടെ. എല്ലാരും ചിരിച്ചില്ലേ? അപ്പൊ കവി ചോദിക്കുകയാ, എടാ എല്ലാരും നിന്റെ മുഖത്ത് നോക്കി ചിരിച്ചപ്പോ നീ കരയുകയായിരുന്നു. ഈ ഉമ്മ പോലും കുഞ്ഞ് കരയുമ്പോ ചിരിച്ചോണ്ടാ നോക്കിയേ, വാപ്പയും ചിരിച്ചോണ്ടാ നോക്കിയേ. അപ്പൊ കവി പറയുന്നു, നീ കരഞ്ഞ സമയത്ത് നിന്റെ മുഖത്ത് നോക്കിയിട്ട് ഇവരൊക്കെ ചിരിച്ചവരാ, അതുകൊണ്ട് നീ പ്രതികാരം ചെയ്യണം. നീ കരഞ്ഞ സമയത്ത് നിന്റെ സങ്കടം കണ്ടിട്ട് മുഖത്ത് നോക്കി ചിരിച്ച ഇവരോട് നീ പ്രതികാരം ചെയ്യണം. ഉമ്മാനെ ചവിട്ടി പുറത്താക്കിയിട്ടല്ല പ്രതികാരം ചെയ്യണ്ടേ, പാപ്പാനെ വേദനിപ്പിച്ചിട്ടല്ലേ നീ പ്രതികാരം ചെയ്യണ്ടേ. ഇങ്ങനെ എങ്ങനെ പ്രതികാരം ചെയ്യണം? മനുഷ്യ പരിശ്രമിക്കടാ ചെറുപ്പക്കാര. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നീ ചിരിച്ച സമയത്ത്, നീ കരഞ്ഞ സമയത്ത് നിന്റെ മുഖത്ത് നോക്കി ചിരിച്ചവരോട് നീ പകരം വീട്ട്. എങ്ങനെ പകരം വീട്ടണം? നിങ്ങളുടെ ഇവിടത്തെ പള്ളിയുടെ വിലാരത്തിൽ ഒരു ദിവസം വിളിച്ചു പറയുകയാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മരിച്ചുപോയെന്ന് വിളിച്ചു പറയുകയാണ്. എല്ലാവരും മൂടുകയാണ്. കേട്ടവർ കാട്ടുതീ പോലെ പടരുകയാണ്. എല്ലാവരും നിന്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. നിരത്തുന്നു, കസേര നിരത്തുന്നു, വെള്ളം ചൂടാക്കുന്നു, എല്ലാവരും കൂടിക്കൂടുന്നു. അങ്ങനെ പടച്ചവനെ അത് ചെയ്യുന്നു പറഞ്ഞ് എല്ലാവരും പറയുകയാണ്. അവസാനം മുഹമ്മദ് മുഹമ്മദ് اللهم انزله المقعد المقرب عندك يوم القيامة. اللهم احسن عاقبتنا في الأمور كلها واجرنا من خزي الدنيا وعذاب الآخرة. ആമീൻ. അർഹം റഹീമായ കരുണക്കടലായ മലിക്കുൽ ജബ്ബാറായ ദയാലുവായ റബ്ബേ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ കബൂലാക്കണേ ആമീൻ. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും എല്ലാം ഒരു സ്വാലിഹായ അമലായി നീ സ്വീകരിക്കണേ അല്ലാഹ്. ആമീൻ. എന്തെങ്കിലും തെറ്റുകളോ ന്യൂനതകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിന്റെ കരുണ കൊണ്ട്, നിന്റെ ഔദാര്യം കൊണ്ട് നീ പുറത്തു മാപ്പാക്കണേ ആമീൻ. അല്ലാഹുവേ, നീ ഇഷ്ടപ്പെടാത്ത ഒരാൾ പോലും ഈ മജ്‌ലിസിൽ ഇല്ല റഹ്മാനേ. ആമീൻ. ഇന്ന് നിന്നോട് എന്ത് ചോദിച്ചാലും നീ തരുമെന്ന് ഞങ്ങൾക്കറിയാം പടച്ചവനെ. ആമീൻ. എന്ന കൈ നീ തട്ടിക്കളയല്ല അല്ലാഹ്. ആമീൻ. അല്ലാഹുവേ, പടച്ചവനെ, ഈ നീട്ടുന്ന കൈ നീ തട്ടിക്കളയല്ല റഹ്മാനേ. ആമീൻ. അല്ലാഹുവേ, അറിഞ്ഞുമറിയാതെയും രഹസ്യമായും പരസ്യമായും ഞങ്ങൾ ചെയ്ത പാപങ്ങൾ മുഴുവൻ നീ പുറത്തു തരണേ അല്ലാഹ്. ആമീൻ. ഹജ്ജ് കഴിഞ്ഞു പോകുന്ന ഹാജിയെ പോലെ നീ ഞങ്ങളെ യാത്രയാക്കണേ അല്ലാഹ്. ആമീൻ. പടച്ചവനെ, നീ 100 കൊല ചെയ്തവന് പുറത്തു കൊടുത്തവനാ അല്ലാഹ്. ആമീൻ. മക്കളെ ജീവനോടെ കുഴിച്ചു മൂടിയവർക്ക് നീ പുറത്തു കൊടുത്തവനാ അല്ലാഹ്. ആമീൻ. ഞങ്ങൾക്കും ഒരവസരം താ അല്ലാഹ്. ആമീൻ. ഞങ്ങൾക്കും ഒരവസരം താ അല്ലാഹ്. ആമീൻ. നന്നാകണമെന്നുള്ള ആഗ്രഹത്തോട് ചോദിക്കുന്നു, നീ കൈവിടല്ലേ അല്ലാഹ്. ആമീൻ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും ഖബറിലാണ് റഹ്മാനേ. ആമീൻ. അവസ്ഥ ഞങ്ങൾക്കറിയില്ല പടച്ചോനെ. അവർക്ക് പുറത്തു കൊടുക്കണേ ആമീൻ. മണ്ണറകൾ നീ മണിയറകളാക്കണേ ആമീൻ. അല്ലാഹുവേ, ജീവിച്ചിരിക്കുന്ന നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്. ആമീൻ. അല്ലാഹുവേ, അവരുടെ പൊരുത്തം നൽകണേ അല്ലാഹ്. ആമീൻ. രോഗം
പിടിച്ച് വീടിന്റെ അകത്ത് കിടന്ന് വേദന സഹിക്കാൻ കഴിയാതെ നരകിക്കുന്നത് കാണേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാഹ്. ആമീൻ. കാൽച്ചുവട്ടിൽ കിടക്കുന്ന സ്വർഗ്ഗം നീ ഞങ്ങൾക്ക് നൽകണേ ആമീൻ. അല്ലാഹുവേ, ഞങ്ങളിൽ പലരും രോഗികളാണ് റഹ്മാനെ. ഏതെങ്കിലും മാരകമായ രോഗം ഞങ്ങൾക്കുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല പടച്ചവനെ. ആമീൻ. ബാധിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗവും നീ ഞങ്ങൾക്ക് തരല്ലേ അല്ലാഹ്. ആമീൻ. ഞങ്ങളെ നീ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ല അല്ലാഹ്. ആമീൻ. മറ്റുള്ളവർക്ക് ഭാരമാകുന്ന ജീവിതം നൽകല്ലേ അല്ലാഹ്. ആമീൻ. കിടന്ന കിടപ്പിൽ കിടന്നും മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാഹ്. ആമീൻ. സ്വന്തം മക്കൾ തന്നെ ഉപ്പ മരിക്കാൻ ഉമ്മ മരിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്ന അവസ്ഥ വരെ എത്തിക്കല്ലേ അല്ലാഹ്. ആമീൻ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കി തരണേ അല്ലാഹ്. ആമീൻ. കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് ഞങ്ങളെ തല്ലിക്കൊല്ലുന്ന മക്കളാക്കല്ലേ ആമീൻ. ഞങ്ങളെ നാണം കെടുത്തുന്ന മക്കളാക്കല്ലേ. ആമീൻ. എന്റെ ഉപ്പാരുമ്മാന് സ്വർഗം കൊടുത്തില്ലെങ്കിൽ ഞാൻ പോകില്ല എന്ന് അല്ലാഹുവിന്റെ മുമ്പിൽ വാശി പിടിക്കുന്ന മക്കളാക്കണേ അല്ലാഹ്. ആമീൻ. ഞങ്ങളുടെ ഭാര്യമാരെ നീ നന്നാക്കി തരണേ അല്ലാഹ്. ആമീൻ. സ്വഭാവങ്ങൾ മുഴുവനും മാറ്റണേ അല്ലാഹ്. ആമീൻ. നന്ദി കെട്ടവരാക്കല്ലേ അല്ലാഹ്. ആമീൻ. ഭയന്ന് ജീവിക്കുന്നവരാക്കണേ. ആമീൻ. അല്ലാഹുവേ, എപ്പോ എവിടെ വെച്ച് മരിക്കുമെന്ന് ഞങ്ങൾക്കറിയില്ല റബ്ബേ. ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. ആമീൻ. നീ ഈമാനുള്ള മരണം നൽകണേ. ആമീൻ. ആരെയും നീ കടക്കാരാക്കി മരിപ്പിക്കല്ലോ. ആമീൻ. ആരെയും നീ കടക്കാരാക്കി മരിപ്പിക്കല്ലോ. ആമീൻ. അല്ലാഹുവേ, തൗബ ചെയ്ത് മരിക്കുന്നവരിൽ പെടുത്തണേ. ആമീൻ. 40 പേര് നല്ലത് പറയുന്ന മരണം നൽകണേ അല്ലാഹ്. ആമീൻ. 100 പേരിൽ കൂടുതൽ മയ്യത്ത് നിസ്കരിക്കുന്ന ഒരു മരണം നൽകണേ അല്ലാഹ്. ആമീൻ. അല്ലാഹുവേ, ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ ഖതീബ് ഉസ്താദ് ഉൾപ്പെടെ ഇവിടെ ഒരുമിച്ച് കൂടിയ സർവ്വ ആലിമീങ്ങളെയും നീ സ്വീകരിക്കണേ അല്ലാഹ്. ആമീൻ. ഖിദ്മത്തുകൾ നീ കബൂലാക്കണേ അല്ലാഹ്. ആമീൻ. ഭാര്യ സന്താനങ്ങളെ നീ അനുഗ്രഹിക്കണേ. ആമീൻ. നബിയായ ആലിമീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. ആമീൻ. ഉലമാ വറസത്തുൽ അംബിയായിൽ പെടുത്തണേ അല്ലാഹ്. ആമീൻ. അവര് ചിരിക്കുന്നുണ്ടെങ്കിലും പലരുടെയും മനസ്സിന്റെ ഉള്ളിൽ പല പല സങ്കടങ്ങളാണ് തമ്പുരാനെ. നീ പരിഹരിച്ചു കൊടുക്കണേ തമ്പുരാനെ. ആമീൻ. അല്ലാഹുവേ, ഈ ജമാഅത്ത് കമ്മിറ്റിയെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ആമീൻ. പള്ളി സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകുന്ന വിഭാഗത്തിൽ കൊടുത്തണേ അല്ലാഹ്. ആമീൻ. പ്രവർത്തനങ്ങളൊക്കെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ആമീൻ. രോഗങ്ങൾക്ക് നീ ശിഫ നൽകണേ. ആമീൻ. റഹീമായ റബ്ബേ, ഇത്രയും നേരം ഈ മജ്ലിസിൽ ഇരുന്ന എന്റെ ഉപ്പമാര് പലരും രോഗികളാ, നീ ശിഫ കൊടുക്കണേ റബ്ബേ. ആമീൻ. അല്ലാഹുവേ, അവരുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. ആമീൻ. സഹോദരങ്ങളെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ആമീൻ. ത്തിന് വേണ്ടി രാവും പകലും ഓടുന്നവരാണ്, കിടത്തിക്കളയല്ലേ അല്ലാഹ്. ആമീൻ. അപകടങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്. ആമീൻ. ചെറുപ്പക്കാരെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ആമീൻ. ജോലി കൊടുക്കണേ അല്ലാഹ്. ആമീൻ. കൊടുക്കണേ അല്ലാഹ്. ആമീൻ. ഭാവി കൊടുക്കണേ അല്ലാഹ്. ആമീൻ. ജമാഅത്തിന്റെ അഹ്ലുകാരാക്കണേ അല്ലാഹ്. ആമീൻ. വിദ്യാർത്ഥികളെ അനുസരണയുള്ള മക്കളാക്കണേ അല്ലാഹ്. ആമീൻ. ആ മക്കള് പരീക്ഷ എഴുതി കാത്തിരിക്കുകയാണ്, സങ്കടപ്പെടുത്തല്ല റബ്ബേ. ആമീൻ. വിജയം കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാൻ. ആമീൻ. എന്റെ ഉമ്മ പെങ്ങന്മാരെ നീ കൈവിടല്ലേ പടച്ചവൻ. ആമീൻ. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാ, കൈവിടല്ലേ റബ്ബേ. ആമീൻ. ഒരുപാട് വേദന സഹിച്ചവരാ, ഇനിയും നീ വേദനിപ്പിക്കല്ല റബ്ബേ. ആമീൻ. മുറിക്കല്ല റബ്ബേ. ആമീൻ. ഉടുപ്പിക്കല്ല റബ്ബേ. ആമീൻ. കാക്കമാരുടെ ദുസ്വഭാവങ്ങൾ മാറ്റിക്കൊടുക്കണേ. ആമീൻ. അല്ലാഹുവേ, അവരുടെ രോഗങ്ങൾക്ക് നീ ശിഫ നൽകണേ. ആമീൻ. റഹീമായ പടച്ചവനെ, ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി പരിശ്രമിച്ച ഒരാളെയും നീ കൈവിടല്ലേ അല്ലാഹ്. ആമീൻ. ഒരുപാട് ചെറുപ്പക്കാര് രാവും പകലും ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട മക്കളാണ് പടച്ചവരെ. മരിക്കുന്ന സമയത്ത് നീ അതിന്റെ പ്രതിഫലം നീ കാണിച്ചു കൊടുക്കണേ. ആമീൻ. ഈ മഹല്ലുകളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ആമീൻ. നീ അനുഗ്രഹിക്കണേ. ആമീൻ. സ്നേഹബന്ധങ്ങളെ നിലനിർത്തണേ അല്ലാഹ്. ആമീൻ. ഒറ്റക്കെട്ടാക്കണേ അല്ലാഹ്. ആമീൻ. മാരക രോഗങ്ങളെ തൊട്ട് ഈ നാടിനെ നീ കാക്കണേ അല്ലാഹ്. ആമീൻ. നബി അലൈഹിസ്സലാമിന്റെ ബർക്കത്ത് കൊണ്ട് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ആമീൻ. കാവല് കൊടുക്കണേ അല്ലാഹ്. ആമീൻ.
പടച്ചവനെ ഭക്ഷണം തന്ന കുടുംബം നീ സ്വർഗത്തിന് ഭക്ഷണം കൊടുക്കണേ ആമീൻ കൗസർ കുടിപ്പിക്കണേ അല്ലാ ആമീൻ ആ കുടുംബത്തെ നീ ഏറ്റെടുക്കണേ ആമീൻ കയ്യിലുള്ളതിനിട്ടവർ ലേലം പിടിയിൽ പങ്കെടുത്തവരെല്ലാവരെയും നീ അനുഗ്രഹിക്കണേ തമ്പുരാൻ ആമീൻ ഹമീദെന്ന സഹോദരന് നീ ഖൈറും ബറക്കത്തും നൽകണേ ആമീൻ പ്രയാസങ്ങളൊക്കെ മാറ്റി കൊടുക്കണേ ആമീൻ മക്കൾക്ക് നല്ല ജീവിതം കൊടുക്കണേ ആമീൻ പറപ്പുകളെ നീ അനുഗ്രഹിക്കണേ ആമീൻ മുറിക്കല്ലേ തമ്പുരാൻ ആമീൻ നീ വന്ന സഹോദരനും കുടുംബത്തിനും നീ ഖൈറ് നൽകണേ ആമീൻ മക്കൾക്ക് നല്ല ജീവിതം കൊടുക്കണേ ആമീൻ പടച്ചവനെ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ എല്ലാവരുടെ എല്ലാവിധ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ തമ്പുരാൻ ആമീൻ മൈക്രോസോഫ്റ്റിന്റെ പ്രവർത്തകരെ നീ അനുഗ്രഹിക്കണേ അല്ലാ ആമീൻ അപകടങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാ ആമീൻ റാഫിയെയും കുടുംബത്തെയും നീ അനുഗ്രഹിക്കണേ ആമീൻ പറയുന്നവരുണ്ടോ നീ അവരെ കൈവിടല്ലേ തമ്പുരാൻ ആമീൻ കൈവിടല്ലേ തമ്പുരാൻ ആമീൻ സറഫുദ്ദീൻ എന്ന സഹോദരനെ നീ അനുഗ്രഹിക്കണേ ആമീൻ മോന് നല്ല ജീവിതം കൊടുക്കണേ ആമീൻ പടച്ചവനെ ആരെല്ലാം ഇന്ന് രാത്രി ഇവിടെ ഒരുമിച്ച് കൂടിയോ ഞങ്ങൾക്കും മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ ഭാഗ്യം തരണേ അല്ലാഹ് ആമീൻ മുമ്പിൽ നീട്ടുന്ന ഈ കൈകൾ ലോകത്തൊരാളുടെ മുമ്പിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ല റബ്ബേ ആമീൻ നിലനിർത്തണേ അല്ലാഹ് ആമീൻ മുമ്പിലും നീ ഞങ്ങളെ നാണം കെടുത്തല്ലേ ആമീൻ ഖതീബ് ഉസ്താദ് ഇപ്പോൾ ഒരു ഉസ്താദിന്റെ ഫോട്ടോ കാണിച്ചിട്ട് മരണവാർത്ത പറഞ്ഞു റബ്ബേ നീ സ്വർഗ്ഗം കൊടുക്കണേ അല്ലാഹ് ആമീൻ നീ സ്വർഗ്ഗം കൊടുക്കണേ അല്ലാഹ് ആമീൻ നിന്റെ കുടുംബത്തിന് നീ സമാധാനം നൽകണേ അല്ലാഹ് ആമീൻ പടച്ചവനെ പെട്ടെന്നുള്ള മരണങ്ങൾ അപകട മരണങ്ങൾ ദുർമരണങ്ങൾ നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ് ആമീൻ മയ്യത്ത് പോലും നല്ല നിലയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നീ ഞങ്ങളെ മരിപ്പിക്കല്ലേ ആമീൻ ജനങ്ങളെ കാണിക്കാതെ പെട്ടെന്ന് കൊണ്ടുപോയി കുഴിച്ചിടുന്ന മരണം തരല്ലേ ആമീൻ അല്ലാഹുവേ ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ചിട്ട് ഞങ്ങളുടെ പിഞ്ചുമക്കളെ നീ യതീമീങ്ങളാക്കല്ലേ ആമീൻ ഞങ്ങളുടെ പൊന്നുമക്കളെ നീ യതീമീങ്ങളാക്കല്ലേ ആമീൻ ഞങ്ങളാരും ജീവിച്ചു കൊതി തീർന്നിട്ടില്ല ഞങ്ങളുടെ ഭാര്യമാരെ നീ ചെറുപ്പത്തിലെ വിധവകളാക്കല്ലേ ആമീൻ അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ മക്കളെ ഞങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമാണ് ഞങ്ങളുടെ മക്കളെ നീ കാത്തുകൊള്ളണം ആമീൻ വാഹനങ്ങളിലേക്ക് പായുന്ന മക്കളാ ഞങ്ങളുടെ മക്കളെ നീ കാത്തുകൊള്ളണം ആമീൻ അല്ലാഹുവേ ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ വെള്ള തുണിയിൽ പൊതിഞ്ഞ് ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കും ആമീൻ അല്ലാഹുവേ ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കല്ലേ റബ്ബേ ആമീൻ അല്ലാഹുവേ മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ നീ ഭാഗ്യം തരണേ പടച്ചവനെ ആമീൻ അല്ലാഹുവേ നിന്റെ അതിഥികളാകാൻ ഞങ്ങൾക്കൊന്നും ഒരു അർഹതയുമില്ല അല്ലാഹുവേ നിന്റെ കരുണ കൊണ്ട് ഭാഗ്യം നൽകണേ ആമീൻ അല്ലാഹുവേ ലോകത്ത് നീ സമാധാനം നൽകണേ പടച്ചവനെ ആമീൻ ലോകത്ത് നീ സമാധാനം നൽകണേ പടച്ചവനെ ആമീൻ അല്ലാഹുവേ എല്ലാവരുടെ ഉള്ളിലും നീ ഭയം കൊടുക്കണേ തമ്പുരാൻ ആമീൻ അല്ലാഹുവേ ദുആയ നീ കബൂലാക്കണേ പടച്ചവനെ ആമീൻ കെട്ടാനും സേല പറക്കാനും നോട്ടീസ് വെക്കാനും ഫ്ലക്സ് വെക്കാനൊക്കെ നടന്ന മക്കളെ നീ അനുഗ്രഹിക്കണം ആമീൻ പടച്ചവനെ ഈ ദുആയ നീ കബൂലാക്കണേ അല്ലാഹ് ആമീൻ എന്റെ ഉപ്പയും എന്റെ ജ്യേഷ്ഠനും എന്റെ ഭാര്യ പിതാവ് ഖബറ് കാണും നീ സ്വർഗം കൊടുക്കണം ആമീൻ സ്വർഗം കൊടുക്കണം ആമീൻ ഉമ്മാന്റെ രോഗങ്ങൾക്ക് നീ ശിഫ നൽകണം ആമീൻ ഉമ്മാന്റെ പൊരുത്തം നൽകണം ആമീൻ സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കണം അല്ലാഹ് ആമീൻ എന്റെ ഭാര്യയും എന്റെ മക്കളും എനിക്ക് സ്വർഗം വാങ്ങിത്തരുന്നവരാക്കണം ആമീൻ പൊന്നുമക്കളെ നീ ഹാഫിളീങ്ങളാക്കണം അല്ലാഹ് ആമീൻ മക്കളുടെ രോഗങ്ങൾക്ക് നീ ശുഭ നൽകണം അല്ലാഹ് ആമീൻ ഈ ശബ്ദം നീ നിലനിർത്തി തരണം ആമീൻ അഹങ്കാരം തരത്തിലെ പടച്ചവനെ ആമീൻ ഇതിൽ വന്ന പിഴവുകളൊക്കെ നീ പൊറുക്കണം ആമീൻ അല്ലാഹുവേ നീ അറുത്തു മുറിക്കല്ല ആമീൻ ആരോഗ്യം നീ തിരിച്ചു തരണം ആമീൻ അല്ലാഹുവേ ഖുർആനും ഹദീസും ഒക്കെ പറഞ്ഞ അർത്ഥം പറയുന്നവനാ മുതല്ലിമാൻ എന്തെങ്കിലുമൊക്കെ തെറ്റുകളുണ്ടെങ്കിൽ നീ പുറത്തു തരണം അല്ലാഹ് ആമീൻ മോശമാക്കല്ല ആമീൻ ഇജാബത്ത് നൽകണ റഹ്മാൻ ആമീൻ ഇവിടെ ഒരുമിച്ച് കൂടി ഒരാളെയും നീ വെറും കൈയോടെ മടക്കല്ല ആമീൻ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വന്ന വഴതാക്കണ വിളിച്ചു ആമീൻ നിങ്ങളുടെ ജീവിതത്തിൽ നീ മാറ്റം തരണ വിളിച്ചു ആമീൻ ഇന്ന് മുതൽ നീ നന്നാക്കണേ തമ്പുരാൻ ആമീൻ പടച്ചവനെ ദുആ നീ സ്വീകരിക്കണേ ആമീൻ ഞങ്ങൾ ഇന്ന് പിരിയുകയാണ്
ജീവിതത്തിൽ ഇനി ഒരിക്കലും കണ്ടില്ലെങ്കിലും നിന്റെ സ്വർഗത്തിൽ വെച്ച് കാണാൻ ഭാഗ്യം തരണേ ആമീൻ. അവസാന ദുആ ആക്കല്ലേ അല്ലാഹ്. ആമീൻ. അവസാന മജ്‌ലിസ് ആക്കല്ലേ അല്ലാഹ്. ആമീൻ. അവസാന രാത്രി ആക്കല്ലേ അല്ലാഹ്. ആമീൻ. ഞങ്ങളുടെ ജീവിതത്തിൽ അവസാനത്തെ ദിവസമാണെങ്കിൽ ഈ ദുആ ഞങ്ങളുടെ തൗബയാക്കണേ റഹ്മാൻ. ആമീൻ. തൗബയാക്കണേ ആമീൻ. തൗബയാക്കണേ പടച്ചോനെ. ആമീൻ. ഈ മാസം അവസാനം 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഹോളി ഖുർആൻ അവാർഡ് പടച്ചോനെ ആ പരിപാടി നീ വിജയിപ്പിക്കണേ തമ്പുരാൻ. ആമീൻ. നിന്റെ ഖുർആനിനോടുള്ള ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാ റബ്ബേ നീ വിജയിപ്പിക്കണേ ആമീൻ. നിന്റെ മരണം കിട്ടാൻ അത് കാരണമാക്കണേ ആമീൻ. പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെ മുഴുവനും നീ അനുഗ്രഹിക്കണേ. ആമീൻ. ദുആയെ നീ കബൂലാക്കണേ ആമീൻ. നീ ഇത് തട്ടിക്കളയില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ് പടച്ചവനെ. ആമീൻ. ഞങ്ങളെ കൈവിടല്ലേ റഹ്മാൻ. ആമീൻ. اللهم رب ارحمهما كما ربياني صغيرا. اللهم رب ارحمهما كما ربياني صغيرا. آمين. اللهم رب ارحمهما كما ربونا صغارا. آمين. برحمتك يا ارحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين.